മനസ്സിലാക്കണം. ആ നളീർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുള്ള ആ ഇബാദത്തിന്റെ സമാനമായ പ്രവർത്തനമാണ് ഇപ്പുറത്ത് നടത്തുന്നത്. പക്ഷെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. നബിന് അതന്നല്ല ഇതെങ്ങനെ നളീറാകാന്ന് ചോദിക്കണ്ട, വ്യത്യാസമുണ്ട്. അവർ ചെയ്യുന്നത് എന്താണ്? വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ആരാധിക്കുന്നത്. ഇവിടെയോ ചില സൃഷ്ടികൾ എന്ന് പറയുന്നതോ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കാതെയുമാണ്. അതുകൊണ്ട് അത് നളീർ എന്ന് പറഞ്ഞത്. അതിന്റെ നളീർ ആവണമെങ്കിൽ അവിടെ നടക്കുന്നത് ഇബാദത്താണ്, അവർക്കുള്ള ആരാധനയാണ്. അത് അവിടെ പുറത്തും അപ്പോഴേ നളീറാവുള്ളൂ. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന അങ്ങനെ ആരാധനയാണ്. സുന്നികൾ മമ്പറത്ത് പോയിട്ട് മമ്പറത്ത് തങ്ങൾ ആരാധിക്കുന്നുണ്ടോ? പറയട്ടെ സുന്നികൾ. നിങ്ങൾ സുന്നികളെ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. ചെയ്യുന്നവർ സുന്നികളാണ്. ഞങ്ങളാണ് പറയേണ്ടത്. മമ്പറത്ത് പോയിട്ട് മമ്പറം തങ്ങള്, പുത്തമ്പള്ളി പോയിട്ട് പുത്തമ്പള്ളി ശൈഖ് അവർ ദൈവമാണെന്നോ ദൈവാവതാരമാണെന്നോ ദിവ്യത്വമുണ്ടെന്നോ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെ എങ്ങനെ ആ ചെയ്യണത്? ഇത് നളീറാകുക. പിന്നെ കള്ളുടെ കയ്യുടെ മാതിരി ഇങ്ങനല്ലേ ആവുള്ളൂ. ഇങ്ങനെ ആവുമ്പോഴല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പോകുമ്പോ ശരിയാവൂല. അപ്പൊ നളീറാവൂല. നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അത് മുജാഹിദ് മൗലവിമാർ സ്ഥിരം പറ്റിക്കലിൽ നിങ്ങളും പൊട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് നളീറല്ല. ഏത് മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് നളീറാവണമെങ്കിൽ ആരാധനയാകുന്ന തഅ്ളീം ചെയ്യണം. ഞങ്ങൾ ആർക്കും ആരാധന ചെയ്യുന്നില്ല, അതുകൊണ്ട് നളീറല്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താ? മഹാത്മാക്കളുടെ ഖബറിനെ ബഹുമാനിക്കുന്നു. അമ്പിയാക്കളാവട്ടെ ഔലിയാക്കളാവട്ടെ ഒരു മുസ്ലിമിന്റെ ഖബറാണെങ്കിൽ വരെ ബഹുമാനിക്കണം എന്നല്ലേ ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഇമാം റാസി തന്നെ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. വയദുല്ലുലഹു, അതിന് തെളിവാണ് അന്നന്നാസ യസൂറൂന ഖുബൂറ ശുഹദാഇ വയുഅള്ളിമൂനഹാ. ശുഹദാഇന്റെ ഖബറിനെ സിയാറത്ത് ചെയ്യുന്നു. വയുഅള്ളിമൂനഹാ, ആ ഖബറിനെ ആദരിക്കുകയും ചെയ്യുന്നു. കണ്ടോ? ആദരിക്കുന്നു. ആദരിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ അവിടെ പറഞ്ഞ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന്റെ സമാനതയുള്ള പ്രവർത്തനമാണ് ഈ പറയുന്നത്. അതെന്താ? മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്നതിന് സമാനമായി ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഖബറിനെ ബഹുമാനിക്കും. ഏത് ബഹുമാനം? ഇബാദത്തായ ബഹുമാനം. ആ ബഹുമാനിക്കുമ്പോൾ അവരുടെ വിചാരം എന്താണ്? അതിലുള്ള ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കന്മാര് ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മഹാത്മാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ച് അവരോട് സഹായം ചോദിച്ചാൽ അത് ഇതിന്റെ നളീറാണ് എന്ന് ആര് പറഞ്ഞു? അതല്ലേ പറയണ്ടേ? നിങ്ങളെ പോക്കറ്റ് എടുത്തിട്ട് കാര്യമില്ലല്ലോ. ആര് പറഞ്ഞു? മഹാത്മാക്കൾക്ക് ശുപാർശ തേടിക്കൊണ്ട് അവരോട് സഹായം ചോദിച്ചാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും അത് ബഹുദൈവാരാധനയാണെന്നും അത് ശിർക്കാണെന്നും ആര് പറഞ്ഞു? മക്കയിലെ മുശ്രിക്കുകൾക്ക് എന്റെ കുഴപ്പം എന്താണെന്നറിയോ? റാസി തന്നെ പറഞ്ഞത് കാണാം. അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിവില്ലാത്ത അസ്നാം അന്താദ് ഔസാനിൽ നിന്ന് അവർ ശഫാഅത്ത് തേടി എന്നതാണ് അവരുടെ കുറ്റം. റാസി പറയുന്നുണ്ട്. അല്ലാതെ ശഫാഅത്ത് ഇല്ലാത്തത് കൊണ്ടല്ല. ഇമാം റാസി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ സാധുവല്ലേ? നിങ്ങൾ ആരോ മുജാഹിദ് മൗലവിമാർ പറ്റിച്ചിരിക്കുന്നു, നിങ്ങൾ അബദ്ധത്തിൽ പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമേ എന്നേ ഇപ്പൊ ഞാൻ പറയുന്നുള്ളൂ.